നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. 25 ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ പി എസ് സി ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് വരും. ഇന്ത്യൻ ജോഗ്രഫിയിലെ പി എസ് സിയുടെ ഇഷ്ടഭാഗങ്ങളിൽ നിന്ന്, അതായത് ഇന്ത്യൻ ജോഗ്രഫിയിൽ പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുമാണ്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. 25 ചോദ്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പി എസ് സി ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും ആവർത്തിച്ച് ചോദിക്കുന്ന മേഖലകളിലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കണ്ട് മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ചില നദികളാണിവ. ഇതിൽ ഗോദാവരി നദിയുടെ പോഷകനദി ഏതാണ്? ഇന്ത്യയിലെ ചില നദികളാണിവ. ഇതിൽ ഗോദാവരി നദിയുടെ പോഷക നദി ഏത്? ഗോദാവരി നദിയുടെ പോഷക നദി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് പെൻഗംഗയാണ് ഗോദാവരി നദിയുടെ പോഷക നദി. ഏതാണ്? പെൻഗംഗയാണ് ഗോദാവരി നദിയുടെ പോഷക നദി. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പൊ ബാക്കി നദികൾ ഏതൊക്കെ നദികളുടെ പോഷക നദിയാണെന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ലക്ഷദ്വീപ്. അല്ലേ? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. മൂന്നാമത്തെ ചോദ്യം നോക്കിയോ. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആ രേഖ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉത്തരായന രേഖ. ഉത്തരായന രേഖയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വേർതിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മാന്നാർ കടലെടുക്ക്. ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മാന്നാർ കടലെടുക്ക്. പാക് കടലെടുക്കും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭാഗമാണ്. അഞ്ചാമത്തെ ചോദ്യം, കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു. കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, തോറിയം. എന്താണ്? തോറിയം ആണ് കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു. ആറാമത്തെ ചോദ്യം നോക്കിയാലോ. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുംബൈ ഹൈ. ഏതാണ്? മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. അറബിക്കടലിലാണ് ഈ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത്. അല്ലേ? മുംബൈ ഹൈ
ചെയ്യുന്നത് അറബിക്കടലിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മുംബൈ ഹൈ ആണ് അല്ലേ. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ PSC പലവട്ടം ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ഏഴാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം. ചുവടെ കൊടുത്തിരിക്കുന്നവയിലെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് പടിഞ്ഞാറൻ തീരപ്രദേശത്ത് ചെയ്യുന്ന ഒരു പട്ടണം ഏതാണ്? ഒരു ഓപ്ഷൻ സി ആണ്, ദാമൻ അല്ലെ. ദാമനാണ്. ബാക്കി മൂന്നും കിഴക്കൻ തീര പട്ടണങ്ങളാണ്. എട്ടാമത്തെ ചോദ്യം നോക്കാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. ചുവടെ കൊടുത്തിരിക്കുന്ന നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാ ചോദിച്ചിട്ടുള്ളത്. രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അമർകുണ്ടക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദി പടിഞ്ഞാറേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഇത് രണ്ടും ശരിയാണ്. ആദ്യത്തതും ശരിയാണ്, രണ്ടാമത്തതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ നർമ്മദ നദി അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച് പടിഞ്ഞാറേക്ക് ഒഴുകി അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, തെക്കു പടിഞ്ഞാറൻ മൺസൂണിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. പത്താമത്തെ ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? അപ്പോൾ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? ഏതാണ് ഇറ്റാനഗർ എന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ്. എന്താണ്? അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. അടുത്ത ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ് അല്ലെ. 12ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സിക്കിമും പശ്ചിമ ബംഗാളും. സിക്കിമും പശ്ചിമ ബംഗാളിലൂടെ ഒഴുകി ബംഗ്ലാദേശിൽ വെച്ച് ബ്രഹ്മപുത്ര നദിയിലേക്കാണ് ടീസ്റ്റ നദി ചെന്നു ചേരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യമാണ്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മണിപ്പൂർ ആണ് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. ഉത്തരായന രേഖ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. നമുക്ക് ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ടാണ്. ദേശീയ ജലപാതകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദേശീയ ജലപാത 2നെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ. ഇതില് ഉത്തരം വരുന്നത് ദേശീയ ജലപാത 2മായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ദേശീയ ജലപാത 2മായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനമാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഏതാണ്? 2ഉം 4ഉം ആണ്. 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. അതും പറയാം. ഇതിന് ഉത്തരം വരുന്നത് 2ഉം 4ഉം ആണ്. അതായത് സാദിയ മുതൽ ദുംബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ഇത് രണ്ടും നാഷണൽ വാട്ടർവേ 1മായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ ബാക്കി 2 സ്റ്റേറ്റ്മെന്റോ? അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ ഏതാണ്? നാഷണൽ വാട്ടർവേ 1. അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് നാഷണൽ വാട്ടർവേ 2 അല്ല, അത് നാഷണൽ വാട്ടർവേ 1 ആണ്. അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ. ഇനി 1620 കിലോമീറ്റർ നീളം ഉണ്ടെന്ന് പറയുന്നതും ഇതിന്റെ കാര്യത്തിൽ തെറ്റാണ്. അതും നാഷണൽ വാട്ടർവേ 1നെ കുറിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ നാഷണൽ വാട്ടർവേ 2ന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 891 കിലോമീറ്റർ ആണ്. 891 കിലോമീറ്റർ ആണ് കേട്ടോ. അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. 16ാമത്തെ ചോദ്യം, റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടു കൂടിയാണ്? ഏത് രാജ്യത്തിന്റെയാണ്? ഓപ്ഷൻ ഡി ആണ്. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത്. 17ാമത്തെ ചോദ്യം, പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേർന്ന ഭാഗം. പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേർന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ സി ആണ്. നീലഗിരി. എന്താണ്? നീലഗിരിയാണ് പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേർന്ന ഭാഗത്തിന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന അക്ഷാംശരേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെല്ലാമെന്ന് തിരിച്ചറിയുക. അപ്പോൾ താഴെ പറയുന്ന അക്ഷാംശരേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന താഴെ പറയുന്ന അക്ഷാംശരേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഉത്തരായന രേഖ മാത്രമാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഉത്തരായന രേഖ മാത്രമാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഡൽഹി ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല ഏതാണ്? ഡൽഹിയാണ്. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചിട്ടാണ് ഓടുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചിട്ടാണ് ഓടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ന്യൂഡൽഹി മുതൽ വാരണാസി വരെ. ഏതാണ്? ന്യൂഡൽഹി മുതൽ വാരണാസി വരെ. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിന് ന്യൂഡൽഹിയെയും വാരണാസിയെയും ബന്ധിപ്പിച്ചിട്ടാണ് ഓടുന്നത്. ഇനി അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വാർട്ടൺ ഗർത്തം. ഏതാണ്? വാർട്ടൺ ഗർത്തം. 21ാമത്തെ ചോദ്യം നോക്കാം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം എന്താണ്? തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സിറസ് മേഘം. ഏതാണ്? സിറസ് മേഘമാണ് തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? സിറസ് മേഘമാണ്. ഇമ്പോർട്ടന്റ് ആണ്. 22ാമത്തെ ചോദ്യം, കോർബ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഛത്തീസ്ഗഡ്. ഏതാണ്? ഛത്തീസ്ഗഡ് സംസ്ഥാനത്താണ് കോർബ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. 23ാമത്തെ ചോദ്യം, സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയിലാണ്? നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 24ാമത്തെ ചോദ്യം, നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉത്തർപ്രദേശ്. ഏതാണ്? ഉത്തർപ്രദേശിലാണ് നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ലാസ്റ്റ് ചോദ്യം നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. റാഡ്ക്ലിഫ് രേഖ. ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് റാഡ്ക്ലിഫ് രേഖ. അപ്പൊ ഇതാണ് നമ്മൾ 25 ഇന്ത്യൻ ജിയോഗ്രഫി ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ്. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് PSC എവിടെ നിന്നാണ് ചോദിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇനി വരുന്ന എക്സാംസിന് പഠിച്ചു തുടങ്ങുക.
ഇനിയും നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കുക. ഓക്കെ അല്ലേ? നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.